വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഷുഗർ പേഷ്യൻസിനുമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. രാവിലെയോ വൈകിട്ടോ നമുക്കിത് കുടിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് തയ്യാറാക്കാം. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് റാഗിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 സ്പൂൺ റാഗിപ്പൊടിയാണ് ഞാനിവിടെ എടുക്കുന്നത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതായാലും വീട്ടിൽ തന്നെ പൊടിച്ചതായാലും അങ്ങനെ ഏത് റാഗിപ്പൊടി വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. 1 സ്പൂൺ വച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ കട്ടയൊന്നുമില്ലാതെ തന്നെ കിട്ടണം. അങ്ങനെ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ ഇത് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കിയിട്ട് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി നമുക്കിത് കുറുക്കിയെടുക്കണം. അപ്പോൾ കുറുക്കിയെടുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുറുക്കിയെടുക്കേണ്ടത്. റാഗിപ്പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് അങ്ങ് തിക്കായിട്ട് കുറുക്കിയെടുക്കണ്ട. കുറച്ച് ലൂസായിട്ട് വേണം നമ്മൾ കുറുക്കിയെടുക്കേണ്ടത്. കാരണം ഇത് തണുക്കുമ്പോൾ കുറച്ചുകൂടി തിക്കായിട്ട് വരും. ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ റാഗിയുടെ മിക്സ് നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. റാഗിയിൽ ധാരാളം അയൺ അടങ്ങിയിട്ടുണ്ട്. അയൺ ഡെഫിഷ്യൻസി ഉള്ളവർക്ക് ഇത് എല്ലാ ദിവസവും കഴിക്കുന്നത് നല്ലതായിരിക്കും. അതേപോലെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒന്നാണ് റാഗി. അപ്പോൾ ദിവസവും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ഇനി ഇതിലേക്ക് ബദാം ചേർത്ത് കൊടുക്കാം. 2 ബദാമാണ് ഇപ്പോൾ ചേർക്കുന്നത്. അതേപോലെ തന്നെ 2 കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത്രത്തോളം ഡ്രാഗൺ ഫ്രൂട്ട് ഇട്ട് കൊടുക്കാം. ഡ്രാഗൺ ഫ്രൂട്ട് ഷുഗർ ബാലൻസ് ചെയ്യാനും വണ്ണം കുറയ്ക്കാനും അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ളതാണ്. ഡ്രാഗൺ ഫ്രൂട്ടിന് പകരം ബീട്രൂട്ടോ അല്ലെങ്കിൽ ക്യാരറ്റോ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ 2 ഗ്ലാസ് ഡ്രിങ്കാണ് തയ്യാറാക്കുന്നത്. ഇനി നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഡ്രിങ്ക് വേണമെങ്കിൽ നമ്മൾ ഇതിൽ ചേർക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും അളവിൽ മാറ്റം വരുത്തിയാൽ മതി. നമുക്ക് ഇത് കുറച്ച് ലൂസായിട്ട് കിട്ടണമെങ്കിൽ കുറച്ച് പാല് ഒഴിച്ചു കൊടുത്തിട്ട് അടിക്കാവുന്നതാണ്. ഇനി നമ്മുടെ അടുത്ത് പാല് ഇല്ലെങ്കിൽ വെള്ളം ഒഴിച്ചാലും മതി. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. നമ്മൾ ഇതിലേക്ക് ഒട്ടും തന്നെ മധുരം ചേർത്തിട്ടില്ല. ഷുഗർ കുറയ്ക്കാനായിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. ഇനി ഷുഗർ ഇല്ലാത്തവർക്ക് കുറച്ച് ശർക്കര ചേർക്കാവുന്നതാണ്. ഇനി ശർക്കരയ്ക്ക് പകരം ഡേറ്റ്സ് ആയാലും ചേർക്കാം. അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഷുഗർ പേഷ്യൻസിനുമൊക്കെ വളരെ നല്ലതാണ് ഈ ഒരു ഡ്രിങ്ക്. ഇതിൽ എടുത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും വളരെ ഹെൽത്തി ആയിട്ടുള്ളത് കൊണ്ട് എല്ലാവർക്കും കുടിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റിയാണ് ഈ ഒരു ഡ്രിങ്ക് കുടിക്കാനായിട്ടും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. സോ താങ്ക് യു.